തിരുവനന്തപുരത്തെ ആദ്യത്തെ കാന്താരി ചിക്കൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ കടയ്ക്കകത്ത് കയറിയതും ഇവിടുത്തെ ബോട്ട് അടിക്കേണ്ട തിരക്കിലാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ആവശ്യമുള്ള സാധനങ്ങൾ തുരുതുരാന്ന് ഓർഡർ കൊടുത്തു. കാന്താരി ചിക്കൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പോലും സമ്മതിക്കാതെ അതിനകത്ത് വെച്ച് എല്ലാവരും ഓരോരോ പ്ലേറ്റിൽ കാന്താരി ചിക്കനൊക്കെ സ്വന്തമാക്കി. മുകളിൽ നിന്ന് തുടങ്ങണോ താഴെ നിന്ന് തുടങ്ങണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് എൻ്റെ ഇക്ക. അതെന്തായാലും നടക്കട്ടെ. ഞാൻ ഒരു പ്ലേറ്റ് ബിരിയാണി മേടിച്ചു. അങ്ങനെ ബിരിയാണിയും സാലഡും നല്ല ചിക്കൻ്റെ മുതുക്ക് പീസും എടുത്തുകൊണ്ടൊരു പിടി പിടിച്ച്. അതെന്തായാലും നൈസായിരുന്നു. നൈറ്റ് ബിരിയാണി കഴിക്കണമെങ്കിൽ ഇവിടെ പോയാൽ മതി, ബിരിയാണി എന്തായാലും കാണും. ബിരിയാണി കഴിച്ചു കഴിഞ്ഞതും നമ്മളെ മെയിൻ ഐറ്റമായ കാന്താരി ചിക്കനെ വിട്ടൊരു പിടി. കാന്താരി ചിക്കനും ഇടിയപ്പവും എൻ്റെ മോനെ. അത് കഴിഞ്ഞതും വീണ്ടും ഒരു ചെറിയ വെറൈറ്റിക്ക് വേണ്ടി കാന്താരി ചിക്കനും പൊറോട്ടയും. പിന്നെ ഒരു കാര്യം, കാന്താരി ചിക്കൻ നൈസായിരുന്നു, നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല ജ്യൂസി ആയിട്ടിരുന്ന സാധനമാണ് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഇച്ചിരി പോലെ കാന്താരി ചിക്കനും ഇത്തിരി കാന്താരി പൊട്ടിയും ഒരു ഉരുള പൊറോട്ട എടുത്തൊരു പിടി പിടിച്ചു. അതെൻ്റെ മോനെ, അത് അടിപൊളി, നല്ല ടേസ്റ്റായിരുന്നു. തിന്നത് ദഹിക്കാൻ വേണ്ടി മാത്രമാണ് സാധനം പൊടിച്ചത്, അല്ലാതെ കാന്താരി ചിക്കൻ എരിവുള്ളതുകൊണ്ടല്ല. അപ്പോൾ നിങ്ങൾക്കും കാന്താരി ചിക്കൻ കഴിക്കണമെങ്കിൽ നേരെ വിട്ടോളി. നമ്മളെ തിരുവനന്തപുരം അമ്പലത്തറ HB പമ്പിൻ്റെ നേരെ അടുത്ത് കാണുന്ന അൽ അറബ് തട്ടുകട. അങ്ങനെ കാന്താരി ചിക്കൻ കഴിച്ച ക്ഷീണം മാറ്റാൻ നമ്മൾ അടുത്ത് പോയത് എൻ്റെ തൊട്ടടുത്തുള്ള ഫ്രൂട്ട് ഐസിലാണ്. അവിടെ നിന്ന് ഓരോ ഐസ്ക്രീം കയറ്റി നേരെ വീട്ടിലേക്ക്.